നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലൊരു ഇംഗ്ലണ്ട് അർജൻറ്റീന മത്സരം എന്ന് പറഞ്ഞാൽ അതിന് പല മാനങ്ങളുണ്ട്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴൊക്കെ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. അതിന് പുറകിൽ ചരിത്രപരമായ കാരണങ്ങൾ, ഫോക്ലാൻഡ് യുദ്ധത്തിൻ്റെ വശങ്ങളൊക്കെ കളികൾക്ക് വലിയ രൂപത്തിലുള്ള സ്പൈസി ആയിട്ടുള്ള ചേരുവകളായി മാറാറുണ്ട്. ഇപ്പോൾ ലയണൽ മെസ്സി തൻ്റെ കരിയറിൽ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിനെ നേരിടാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഇന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സെമി ഫൈനൽ ടഫായിരിക്കും, സംശയമില്ല. മെസ്സിക്ക് അതറിയാം. മെസ്സി പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നാഷണൽ ടീമുകൾക്കെതിരെയുള്ള കളികൾ എപ്പോഴും സ്പെഷ്യലാണ്. അതോടൊപ്പം ഞാൻ ഇതിനു മുമ്പ് ഇംഗ്ലണ്ടിനെതിരെ കളിച്ചിട്ടേയില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യുണീക്ക് ഗെയിമായിരിക്കും. പിന്നെ ഇതൊരു വേൾഡ് കപ്പ് സെമി ഫൈനലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ കളിക്ക് മുന്നോടിയായിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കും. എന്നിട്ട് നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഒരു ഹ്യൂജ് എഫേർട്ട്, ഇപ്പോൾ എക്സ്ട്രാ ടൈം ഞങ്ങൾ കളിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു ഹ്യൂജ് എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു മാച്ച് കൂടി അതിന് പിന്നാലെ കളിക്കണം. സോ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ ലിയോ മെസ്സി പറയുന്നു. അതോടൊപ്പം തന്നെ അർജൻറ്റീന താരങ്ങൾക്കും അറിയാം ഈ കളിയുടെ ഒരു പ്രാധാന്യം. ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. നോക്കുക, ഇപ്പോൾ ലിയാൻഡ്രോ പെരേഡസ് കളിക്ക് ശേഷം പറഞ്ഞു, വി നോ വാട്ട് ദി ഗെയിം അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട് മീൻസ് ഫോർ അവർ കൺട്രി. ഇംഗ്ലണ്ടിനെതിരെയുള്ള കളി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തിന് അത് എത്രത്തോളം എങ്ങനെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ അതിനപ്പുറം ഇതൊരു ഫുട്ബോൾ ഗെയിമാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ട്രൈ ചെയ്യും. ഒരു ഡ്രീം മാച്ചാണ്. എല്ലാ കുഞ്ഞുങ്ങളും, ഫുട്ബോൾ കളിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം മാച്ചാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നുകൂടി പരേഡസ് പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.